ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് വേനൽ മഴക്കൊപ്പം ആഞ്ഞുവീശിയ കാറ്റിൽ ആളൂരിൽ 1000-ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചു. ആളൂരിലെ കാരൂർ പാറക്കുളം അർജുനന്റെ നേന്ത്രവാഴത്തോട്ടത്തിലാണ് കാറ്റ് നാശം വിതച്ചത്. അർജുനൻ ഇവിടെ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി ചെയ്ത 5000-ഓളം നേന്ത്രവാഴകളിൽ 1000-ലേറെ വാഴകൾ കാറ്റിൽ നിലംപൊത്തി. നശിച്ച വാഴകളെല്ലാം കുലവന്നവയാണ്. വിളവെടുക്കാൻ കഷ്ടിച്ച് 1 മാസം ബാക്കി നിൽക്കെയാണ് കാറ്റ് അർജുനന്റെ പ്രതീക്ഷകളെ തകർത്തുകളഞ്ഞത്. വാഴക്കുലകളെല്ലാം കറിപ്രായത്തിൽ ഒടിഞ്ഞു വീണതോടെ ജീവിതം തന്നെ തകർന്നുപോയ അവസ്ഥയിലാണെന്നും സർക്കാർ മതിയായ സഹായം നൽകിയില്ലെങ്കിൽ കടക്കെണിയിലാകുമെന്ന് അർജുനൻ പറഞ്ഞു. ശക്തമായ കാറ്റ്, ഇടിവെട്ടും കാറ്റുണ്ടായി. കാറ്റിൽ വളരെയധികം നാശനഷ്ടം വരുന്ന രീതിയിലാണ് കർഷകർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ വളരെ ഇത് ദയനീയമായി തകർന്നു പോകുന്ന, ജീവിതം തന്നെ തകർന്നു പോകുന്ന രീതിയിൽ 1000 വാഴയാണ് ഞാൻ വെച്ചാർന്നത്. എല്ലാ കായും കറിക്കായ പ്രായത്തിൽ 1000 വാഴയും ഒടിഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അത് ഇന്നലത്തെ വലിയ രീതിയിലുള്ള ഇതിന് വേണ്ട നടപടികൾ കൃഷിഭവനോ സർക്കാർ ചെയ്തില്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിന്ന് ഞങ്ങളൊക്കെ ഒരിക്കലും ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് ഉണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ ഒരു സാധാരണ കൃഷിക്കാരന് അതിനെ തരണം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് കർഷകർ പോകുന്നത്. സർക്കാരിൻ്റെ നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊന്നും കൃഷിക്കാരിലേക്ക് എത്തുന്നില്ല. ഞാൻ VAPCയിലെ കർഷകനാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയ അളവിന് ടണ്ണേജ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും ടണ്ണേജ് ഉൽപ്പാദനശേഷി ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു കർഷകനാണ് ഞാൻ. ആ രീതിയിൽ ഇതൊക്കെ നിർത്തേണ്ടി വരും. ഞങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. VAPCക്കൊന്നുമില്ല, സർക്കാർ രീതിയൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ജനങ്ങളെ അറിയിക്കാമെന്നുള്ളൂ. കൃഷിക്കാർ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ കാർഷിക മേഖലയിലെ കൃഷി ചെയ്യുന്ന കുടുംബങ്ങളൊക്കെ ആത്മഹത്യയിലേക്ക് മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് എനിക്ക് ഇന്നിവിടെ ഈ വേദിയിൽ ഇതിനോടൊപ്പം അവതരിപ്പിക്കാനുള്ളൊരു കാര്യം. അതും പറയാം. ഞാനൊരു 15 ഏക്കർ സ്ഥലത്തോളമാണ് പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യുന്നത്. ഈ 15 ഏക്കറിൽ 5000 വാഴയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിലൊരു തോട്ടം മുഴുവൻ ഒടിഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ നഷ്ടപ്പെട്ട തോട്ടത്തിൽ ഉപരി വേറെ ഒരു സംവിധാനം നമുക്കില്ല. 25 രൂപ മുതൽ 28 രൂപ വരെയാണ് ഞങ്ങൾ കായ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിന് കാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയാണ്. 25-30 വർഷം മുമ്പ് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പറയുന്ന 25 രൂപ കാർഷിക മേഖലയിൽ നേന്ത്രക്കായ്ക്ക് നമുക്ക് കിട്ടിയിരുന്നതാണ്. ഇന്ന് 25 കൊല്ലം 30 കൊല്ലം പിന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ 25-30 ഇടയ്ക്കാണ്. ഏതെങ്കിലും സംവിധാനങ്ങൾക്ക് അങ്ങനെ ഒരു വർധനവില്ലാത്ത ഏതെങ്കിലും ഒരു ചെരുപ്പ് കുത്താനിരിക്കുന്ന ആൾക്ക് ഒരു ചെരുപ്പ് തുന്നണതിന് 2 രൂപ ഉണ്ടായിരുന്നത് ഇന്ന് 50 രൂപയിലേക്ക് എത്തിച്ചേർന്നു. കർഷകന് മാത്രം ഉൽപ്പാദിപ്പിക്കുക, അത് തോന്നിയ മാർക്കറ്റുകളിൽ വിപണനം ചെയ്യുക. സർക്കാർ ഇത്രയും കാലം മാറി മാറി വരുന്ന സർക്കാർ ആരും കർഷകനെ സംരക്ഷിക്കാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഇവിടുത്തെ കേരളത്തിൽ ഇത്തരം വളർച്ചകളൊക്കെ പല കാര്യങ്ങളും വളർച്ചകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല കാര്യങ്ങളും വളർച്ച വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ കർഷകൻ്റെ സബ്സിഡികളൊക്കെ വെട്ടിക്കുറയ്ക്കാമെന്നല്ലാതെ അവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു സംവിധാനം ഒരു സർക്കാരുകളും കേരളവും നമ്മളെ സഹായിക്കുന്ന രീതിയിലല്ല ഈ പോകുന്നത്. ഞങ്ങൾ കർഷക കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ഈ പാട്ടത്തിന് കൃഷിഭൂമി എടുക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് ഇതുപോലത്തെ കാലവർഷത്തിൻ്റെ വിധേയത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ട നടപടികൾ ഇനിയെങ്കിലും മറ്റൊരു കർഷകൻ്റെ കുടുംബത്തേക്ക് ബാധിക്കാതിരിക്കാനായിട്ട് സർക്കാർ ശ്രദ്ധയിൽ പെടണം. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. ആളൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നു ഞാൻ. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ അന്വേഷണത്തിൽ കൂടെ സർക്കാർ കണ്ടെത്തട്ടെ.